അപ്പൊ അതിൽ പ്രതിഷേധിക്കുകയല്ല ചെയ്തേണ്ടത്. നമുക്ക് അതിന്റെ പേരിൽ ഒരു ഹർത്താൽ വെക്കേണ്ട കാര്യമില്ല. ഈ പയ്യന്റെ മരണത്തിൽ ശരി കേരളം ആകെ ദുഃഖത്തിലാണ്. അപ്പൊ ആ പയ്യന്റെ കുടുംബത്തിനോടൊപ്പം എല്ലാവരും ഉണ്ട്, തൊഴിലാളികളെന്നോ മറ്റുള്ളവരൊന്നും ഇല്ല, എല്ലാ രാഷ്ട്രീയക്കാരും അതിനകത്ത് ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിന് പകരം ഇതൊരു അട്ടഹാസം പോലെ ആയിപ്പോയി. കാരണം വെച്ചാൽ ഇങ്ങനെ ഞങ്ങൾ ദളിതന്മാർ ഇങ്ങനെ ചെയ്താൽ ആരും ചെറുക്കില്ല എന്നുള്ള മട്ടായിപ്പോ. അത് പാടില്ലായിരുന്നു. ആ കൊച്ചിന്റെ ജീവൻ എടുത്തതിന്റെ പേരിൽ ഒരു ഹർത്താലെന്നല്ല, യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവന്റെയൊക്കെ വീട് കയറി അടിക്കുകയാണ് ചെയ്യേണ്ടത്. നമസ്കാരം. ഒരു മനുഷ്യനുള്ളിലുള്ള ജാതി വെറി, അതിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് തലസ്ഥാന വ്യാപകമായിട്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഹർത്താലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉടനടി നടപടികൾ വേണം എന്നുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ട് ഹർത്താൽ നടത്തിക്കൊണ്ടുവരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്, തമ്പാനൂരിലാണ്. രാവിലെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ട് ബസ് തടഞ്ഞു വെക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ അരങ്ങേറിയിട്ടുണ്ട്. എന്തായാലും ജനങ്ങളെ അത് ഏത് രീതിയിൽ ബാധിക്കുന്നു എന്ന് കൂടെ അറിയേണ്ടതുണ്ട്. ചേട്ടാ, ഈ പറയുന്നത് പോലെ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വേഗമാക്കുക, നീതി വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഹർത്താൽ. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ഹർത്താലിന്റെ അവസ്ഥ? എന്താണ് രാവിലെ? ഇതിപ്പോ രാവിലേക്ക് ഒരുപാട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് ആകെ 7-8 പേരെ മാത്രമേ ഉള്ളൂ. പക്ഷെ ബസിന്റെ നടുകെ കയറി നിന്ന് ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയാണ്. നമുക്കിപ്പോ ഈ സംഭവത്തിൽ എല്ലാവർക്കും ദുഃഖമുള്ള സംഭവമാണ്. കാരണം പയ്യന്റെ മരണം മാത്രമല്ല, ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ കുടുംബത്തോടൊപ്പം ചേർന്നാണ് നിൽക്കുന്നത്. അത് ഭരണപക്ഷമൊന്നുമില്ല പ്രതിപക്ഷമൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയില്ല. അപ്പം ആ കുടുംബത്തിന്റെ കൂടെ തന്നെയാണ് കേരളീയ ജനത മുഴുവൻ. അപ്പൊ ഇവരതിനൊരു രാഷ്ട്രീയ മുതലെടുപ്പ് അല്ലെങ്കിൽ ഒരു ജാതി സംഘടനയുടെ മുതലെടുപ്പ് പോലെ കാണിക്കുകയാണ്. ദളിത് സംഘടനകൾ ഇപ്പൊ രാവിലെ KPMSന്റെ ഒക്കെ പ്രസ്താവന അവരൊന്നും ഇതിനകത്ത് പങ്കെടുക്കുന്നില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ വേറെ ചില സംഘടനകൾ, പിന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും പറഞ്ഞിട്ടുണ്ട്, വ്യവസായ സമിതിയും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇതിൽ ബന്ധമില്ല. ട്രാൻസ്പോർട്ട് ഉൾപ്പെടെയുള്ള ഗതാഗത തടസ്സങ്ങളൊന്നും ഇല്ലെന്ന് അവരും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിപ്പോ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാന്നല്ല വേറൊരു സംഭവം അറിയില്ല. പോലീസിന് കുറെ തലവേദന, കുറെ നേരം അവരുടെ റിക്വസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വരെ ഗതികേട്. നേരെ മറിച്ച് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയാണ് സമരം ചെയ്തിരുന്നെങ്കിൽ ഇതിനു മുമ്പ് അവർ അടിച്ചു ഒതുക്കി എന്തെങ്കിലും ചെയ്യണം, മറ്റേ ഈ വെള്ളമൊക്കെ അടിച്ച് പമ്പ് ചെയ്തൊക്കെ ഒട്ടിച്ച് വിട്ടനെ. അപ്പൊ അതൊന്നും ചെയ്തിട്ടില്ല. ഇവര് റിക്വസ്റ്റ് ചെയ്ത് അവരെ മാറ്റുന്നതല്ല, വേറെ ഒന്നും ചെയ്യുന്നില്ല. മാത്രമല്ല, ഇപ്പൊ നമ്മള് തൃശ്ശൂര് പിന്നെ ഈ വെടിക്കെട്ട് അപകടത്തിൽ 16ഓളം പേര് മരിച്ചു. അപ്പൊ അതിൽ പ്രതിഷേധിക്കുകയല്ല ചെയ്തേണ്ടത്. നമുക്ക് അതിന്റെ പേരിൽ ഒരു ഹർത്താൽ വെക്കേണ്ട കാര്യമില്ല. ഈ പയ്യന്റെ മരണത്തിൽ ശരി കേരളം ആകെ ദുഃഖത്തിലാണ്. അപ്പൊ ആ പയ്യന്റെ കുടുംബത്തിനോടൊപ്പം എല്ലാവരും ഉണ്ട്, തൊഴിലാളികളെന്നോ മറ്റുള്ളവരൊന്നും ഇല്ല, എല്ലാ രാഷ്ട്രീയക്കാരും അതിനകത്ത് ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിന് പകരം ഇതൊരു അട്ടഹാസം പോലെ ആയിപ്പോയി. കാരണം വെച്ചാൽ ഇങ്ങനെ ഞങ്ങൾ ദളിതന്മാർ ഇങ്ങനെ ചെയ്താൽ ആരും ചെറുക്കില്ല എന്നുള്ള മട്ടായിപ്പോ. അത് പാടില്ലായിരുന്നു. അത് കേരളത്തിൽ ഇവിടെയല്ല, തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെയ്തെന്നാണ് ഇപ്പൊ ഈ വരുന്ന വണ്ടികളെല്ലാം പറയുന്നത്. വെച്ചാൽ ഏത് റോഡിൽ പോയിരുന്നാലും ഒരു 5-6 പേരെ ഉള്ളു, പക്ഷെ അവർ ഒരുമിച്ച് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തെറ്റായ ഒരു കീഴ്വഴക്കം, തെറ്റായ സന്ദേശമാണ്. ഈ പറയുന്നത് പോലെ ഒരാൾ മുതലെടുക്കണമെങ്കിൽ പോലും അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഉള്ളിലെ ജാതി വെറി തന്നെയാണ്. പിന്നെ തീർച്ചയായിട്ടും ഇതിപ്പോ ജാതിയാണ് കാണിക്കുന്നത്. അല്ലാതെ ആ പയ്യനോടുള്ള സ്നേഹമോ സഹതാപമോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ഇങ്ങനെയല്ല പ്രകടിപ്പിക്കേണ്ടത്. അവർ ആ കുടുംബത്തോട് ചേർന്ന് നിന്ന് ചെയ്യേണ്ട ഒരുപാട്. ഇപ്പം വീട് വെച്ച് കൊടുക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി തയ്യാറായിട്ടുണ്ട്, വേറൊരു രാഷ്ട്രീയ പാർട്ടി അവർക്ക് അത്യാവശ്യം ഫണ്ട് ആദ്യമേ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ പ്രതിപക്ഷമൊന്നും ഭരണപക്ഷമൊന്നും ഇല്ല, അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. അതിനിടയിൽ ഇതൊരു ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം പോലത്തെ ഒരു പരിപാടിയായി. കാരണം അത് ശരിയല്ല. അത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞകാല ഹർത്താലുകളൊന്നും ഇങ്ങനെ ഈ ഗതാഗത തടസ്സപ്പെടുത്തിക്കൊണ്ടൊന്നും ഒരു സ്ഥലത്ത് നടന്നിട്ടില്ല. ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നു, ചിലരൊക്കെ കടയടയ്ക്കുന്നു, ചിലർ വണ്ടി എടുക്കൂല, അങ്ങനെയൊക്കെ ചെയ്യുന്ന സംവിധാനം. ഇത് ഇവർക്കറിയാം അത് വിജയിക്കൂലെന്ന് കണ്ടുകൊണ്ട് അവർ മനഃപൂർവ്വം പ്രകോപനം ഉണ്ടായിക്കൊണ്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം വെച്ചാൽ ഒന്നാമത് ഇവിടെ ട്രെയിൻ വന്നിറങ്ങി പിന്നെ ജീവനക്കാരൊക്കെ ഓഫീസിൽ പോകാൻ നിൽക്കുന്ന സമയവും അപ്പോഴും ചെറുത്ത് നിർത്തേണ്ട കാര്യമില്ല. അവർ കറക്റ്റായിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ സമയത്ത് വന്നത്. അത് തെറ്റായി തന്നെയാണ്. കാരണം പ്രകടിപ്പിക്കേണ്ടത് ഇങ്ങനെയല്ല, അല്ലാതെ തന്നെ അവർക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവർ ആഹ്വാനം ചെയ്ത് അതിൽ സഹകരിക്കുന്നവരെ മാത്രം ഉൾക്കൊള്ളിക്കൊണ്ട് പോകാം. അവരെ സംഘടനയിൽപ്പെട്ടവർ തന്നെ പറയുന്നു, KPMS ഒക്കെ അറിയപ്പെടുന്ന കേരളത്തിൽ വലിയ സംഘടന, ആ സംഘടന തന്നെ പറയുന്നു ഇതിൽ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല, ഹർത്താലെ അനുകൂലിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, മറിച്ച് ആ കുടുംബത്തോടൊപ്പം ഞങ്ങൾ സഹകരിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇപ്പൊ CPM ആയിക്കോട്ടെ, പിന്നെ കോൺഗ്രസ് ആയിക്കോട്ടെ, മറ്റേത് മുസ്ലിം ലീഗ് ഉൾപ്പെടെ അതിൽ സഹകരിക്കാന്നാണ് പറയുന്നത്. ആരും അതിന് മാറിയിരിക്കുന്നില്ല. ഇത് ചെയ്തത് നടന്നത് സംഭവം തെറ്റാണ്. പിന്നെ കോടതി ഇപ്പൊ കൊടുത്ത ജാമ്യം കൊടുത്തതാണ് ഇതിന്റെ വിഷയമായിട്ട് വന്നേക്കുന്നത്. കോടതി യഥാർത്ഥത്തിൽ ഒരു 2ാം പ്രതിക്ക് ജാമ്യം കൊടുത്തു, 1ാം പ്രതിക്ക് ജാമ്യം കൊടുത്തിട്ടില്ല. അപ്പൊ അത് അദ്ദേഹം വീണ്ടും അടുത്ത സ്ഥലത്തോട്ട് പോകുന്നു. പോലീസ് അതിന്റെ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട്, പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും കേസെടുക്കുകയും ചെയ്യും. അത് കുടുംബത്തിന് അവർ ധരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ കുടുംബം എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അറിഞ്ഞുകൂടാ. ഇതുപോലത്തെ ദളിത് സംഘടനകൾ എന്തെങ്കിലും അവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അവരിങ്ങനെ മാറി പറയേണ്ട കാര്യമൊന്നുമില്ല. ആദ്യം വിശ്വാസം എടുക്കുന്നു, പിന്നെ വിശ്വാസം ഇല്ലെന്ന് പറയുന്നു. എന്തുകൊണ്ടിരുന്നാലും ആ പയ്യന്റെ മരണം ആത്മഹത്യയാണോ, കൊലപാതകമാണോ, അല്ലെങ്കിൽ അത്യാഹിതം സംഭവിച്ചാണോ എന്ന് അന്വേഷിക്കേണ്ടതും അത് അറിയിക്കേണ്ടത് കേരളത്തിന്റെ ജനങ്ങളെ അറിയിക്കേണ്ടതും പോലീസിന്റെയും ഗവൺമെന്റിന്റെ കടമ തന്നെയാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാണ് ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് ഇവിടെ നമുക്ക് ഇപ്പൊ കാണാൻ സാധിക്കുന്നത്.
നിലവിലത്തെ സാഹചര്യത്തിൽ വാഹനങ്ങൾക്കൊന്നും ഒരു തടസ്സവും ഇല്ല. വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നുണ്ട്. പോലീസ് പെട്രോളിംഗ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ പോയിന്റുകളിലും പോലീസ് സംവിധാനങ്ങളുണ്ട്. പക്ഷേ സാധാരണഗതിയിലുള്ള തിരക്ക് ഇന്നിപ്പോൾ തമ്പാനൂരിലില്ല എന്നുള്ളതാണ്. ചേട്ടാ, എങ്ങനെ ഒരു ഹർത്താലിന്റെ ആവശ്യം? ഹർത്താലിന്റെ ആവശ്യം യഥാർത്ഥത്തിൽ ഉണ്ട് താനും. കാര്യം ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞിനെ പരസ്യമായിട്ട് ജാതി അധിക്ഷേപം നടത്തി ആ കൊച്ചിന്റെ ജീവനെടുത്തതിന്റെ പേരിൽ ഒരു ഹർത്താൽ എന്നല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവന്റെയൊക്കെ വീട് കയറി അടിക്കുകയാണ് ചെയ്യേണ്ടത്. കാര്യം ഇത് സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളതും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചിരുന്നത്. ഇത് മറ്റൊരു സവർണ മേധാവിയുടെ ഒരു മകനായിരുന്നെങ്കിൽ ഇവരിങ്ങനെയാണ് പ്രതികരിക്കുന്നത്. അതിനുവേണ്ടി അവർ മാന്യമായ രീതിയിൽ അവർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവർ പ്രതികരിച്ചിരിക്കും. അവർ പ്രതിയെ എത്രയും പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. പക്ഷെ പ്രതിയെ പിടിക്കാനോ അവർക്ക് വേണ്ടിയുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തുകൊണ്ട് സർക്കാർ ഉൾപ്പെടെ ഇവിടുത്തെ സവർണ മേധാവിത്വം ഉൾപ്പെടെ ഇവിടുത്തെ പട്ടികവർഗക്കാരെ നിസ്സാരമായി ഒതുക്കുന്ന ഒരു സംവിധാനമാണ്. കാര്യം ഇത് കാലാകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിനൊരു പരിണാമം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു ഒരു വിരാമം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഇതിന് പ്രതിഷേധം കൃത്യമായിട്ടും ഈ സമരം വിജയിച്ച് തന്നെ ആവണം. ഇത് ഒരു ജനപ്രക്ഷോഭ സമരമാണ്, അല്ലാതെ ഒരു വ്യക്തിയുടെ കാര്യമല്ല. ഇത് നാളൊരു കാലത്ത് ഒരു കാരണവശാലും ഒരു കുഞ്ഞിന് ഇതുപോലുള്ള ഒരു വിഷയം ഉണ്ടാവാതിരിക്കാൻ തന്നെ നമ്മള് എല്ലാ ജനങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെ ഇതിന് പ്രതികരിക്കണം എന്നുള്ള ഒരു മനോഭാവക്കാരനാണ് ഞാൻ. ഈ രാവിലെ തന്നെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നത് വാഹനങ്ങളൊന്നും തടയില്ല എന്നുള്ളത്. പക്ഷെ രാവിലെ ആയപ്പോ വാഹനങ്ങളെല്ലാം തടഞ്ഞു. ഇല്ല, അത് ഒരു കാരണവശാലും ഈ പറയുന്നതിൽ അത് തെറ്റായ അഭിപ്രായമാണ്. കാര്യം ഒരാഴ്ചക്ക് മുമ്പേ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ വാഹനങ്ങൾ പൊതുസ്ഥാപനങ്ങളും വാഹനങ്ങളും സഹകരിക്കണം. വാഹനങ്ങൾ പ്രത്യേകിച്ചും സ്വകാര്യ വാഹനങ്ങള് ഈ പൊതുനിരത്തിൽ ഇറക്കാൻ പാടില്ല. KSRTCക്കും അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ്. ഇത് 1-2 ദിവസത്തെ സംഭവമല്ലോ. ഇത് കാലാകാലങ്ങളിൽ ഇതിപ്പോ എങ്ങനെയായിരുന്നല്ലോ 10-15 ദിവസമായില്ലേ. ഈ 15 ദിവസമായിട്ട് എന്തുകൊണ്ട് ഈ പ്രതിയെ പിടിക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ട്? പ്രതി നിസ്സാരനല്ല. പ്രതികാരം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലുള്ള സ്വകാര്യ കോളേജുകളിൽ അവർക്കുണ്ടാകുന്ന വിഷമങ്ങളും കാര്യങ്ങളും അത് പെട്ടെന്ന് പറയാൻ പറ്റാത്ത രീതിയിലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഈ പ്രതിഷേധിക്കുന്ന ആൾക്കാരെ പേരിൽ നടപടിയെടുക്കുകയും അവരുടെ മെറിറ്റ് മാർക്ക് കുറയ്ക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ടും അവർക്ക് പെട്ടെന്നൊന്നും പ്രതികരിക്കാൻ പറ്റാത്ത അന്തരീക്ഷത്തിലാണ്. കാര്യം ഉന്നതന്മാരുടെ അടുത്ത് പിടിച്ചിരിക്കാനായിട്ട് പാവപ്പെട്ടവർക്ക് കഴിയില്ല. അപ്പൊ ആ ഒരു സംവിധാനം എന്തായാലും ഈ ഹർത്താൽ എന്ന് പറയുന്നത് പരിപൂർണ വിജയത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് എല്ലാ ആൾക്കാരും സഹകരിച്ച് അതിന് കൂട്ടുനിൽക്കണമെന്നുള്ള മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം അത്രമാത്രം ഈ ലോകത്ത് തന്നെ ഇത്രയും അരാജകത്വം നടക്കുന്ന, പ്രത്യേകിച്ചും ഈ വികസിത കേരളം, അതുപോലെ ഈ വിദ്യാഭ്യാസപരമായിട്ടും സമൂഹത്തിൽ നല്ല രീതിയിൽ ഉള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ഒരു ജാതീയമായ ഒരു ചിന്താഗതി വെക്കുന്നത് തന്നെ ഈ ലോകത്തിന് അപമാനം. ഇപ്പൊ ചേട്ടൻ പറഞ്ഞൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. നിതിരാജനുള്ള നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. ഈ പറയുന്ന വാഹനങ്ങളൊക്കെ നിരത്തിലിറങ്ങരുത്, വ്യക്തികൾ സ്വയം തീരുമാനിക്കണം എന്ന് പറയുന്നു. ചേട്ടൻ ഇപ്പൊ വാഹനത്തിലാണ് ഇരിക്കുന്നത്? ഞാൻ വാഹനത്തിലാണ് ഇരിക്കുന്നത്. അത് സംഭവം ശരിയാണ്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്ന പറഞ്ഞാൽ വാഹനത്തിൽ വന്നു. കാര്യം പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ സമരത്തിന്റെ ആ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ വന്നത് കാര്യം കുറച്ച് ദൂരം നിന്നാണ് വരുന്നത്. ഞങ്ങൾ വരുന്നത് ദൂരം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 10-11 കിലോമീറ്റർ ദൂരെ പാച്ചില്ലൂരാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പൊ അവിടെ നിന്ന് വരുമ്പോ സമരക്കാർക്ക് വാഹനത്തിൽ വരാം. ആ ഏരിയയിൽ പ്രശ്നമില്ലായിരുന്നു. കാര്യം അവിടെ നിന്നും സമരക്കാർ ഒരു വലിയ ശല്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇങ്ങോട്ടാണ് കൂടുതൽ ബാധകം ആയിട്ടുള്ളത്. കാര്യം ഇതില് ഒരു സംഘടന എന്ന് പറയുന്ന KPMSന്റെ ഒരു പ്രഗത്ഭമായ ഒരു സംഘടനക്കാര് പിന്തിരിഞ്ഞ് നിൽക്കുന്നതിന്റെ പേരിൽ അത് ഈ സർക്കാരിന്റെ ഒരു സപ്പോർട്ടോടുകൂടി പിന്തിരിഞ്ഞ് നിൽക്കുന്നതിന്റെ പേരിലാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും ഒരു വണ്ടികൾ ഓടൂല. കാര്യം ഈ പ്രസ്ഥാനം ഇവർ നേരത്തെ ഇവിടെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊന്നും പരാജയപ്പെട്ടിട്ടൊന്നുമില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ കലാശിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ അപമാനപരമായ രീതിയിൽ സർക്കാരും പോലീസും ചേർന്ന് നടത്തുന്ന ഒരു അതിക്രമമായിട്ടേ കാണാൻ പറ്റുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ മറ്റു സമൂഹത്തിന് ഈ പാവപ്പെട്ട ജനതയെ അടിച്ചമർത്തുന്ന ഒരു സംവിധാനം, അതിനൊരു എന്തായിരുന്നല്ലോ ഒരു നീതിയുക്തമായ രീതിയിലുള്ള ഒരു അഭിപ്രായവും അതിനുള്ള നിയമവും ഉണ്ടായിരുന്നല്ലോ. നിയമം ഉണ്ടായിട്ട് ഇങ്ങനെ ഡോക്ടർ അംബേദ്കർ എഴുതി വെച്ചിരിക്കുന്ന ഭരണസംഹിത അതിനെ നേരായ രീതിയിൽ നടത്താൻ പോലും കഴിയില്ലാത്ത ഒരു വിഭാഗമാണ് ഇപ്പൊ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വണ്ടിയിൽ വന്ന് കറക്റ്റാണ്. അല്ലാതെ എനിക്കിപ്പോ അവിടെ നിന്ന് ഇങ്ങറ്റം വരെ നടന്നു വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ വണ്ടിയിൽ
ഹർത്താലിന് മുമ്പ് തുടങ്ങുന്നതിന് മുന്നേ വരാമായിരുന്നു. നേരത്തെ വന്നു, വണ്ടി അവിടെ വെച്ചിരുന്നു. ഇപ്പൊ പിന്നെ അവിടെ നിന്ന് എടുത്തിട്ട് വന്നതാണ്. ഈസ്റ്റ് കോർട്ടിലുണ്ടായിരുന്നു ഞങ്ങള്. അങ്ങനെ വന്നിട്ട് ഇപ്പൊ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നതാണ്. ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ട്, ചെറിയ ബുദ്ധിമുട്ടുണ്ട്. വലുതായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ഒരു ഹർത്താലിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു. ആ പയ്യന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാം. അതൊരു ഹർത്താലായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഈ ഹർത്താൽ കൊണ്ട് എന്തെങ്കിലും നടപടി ഉണ്ടാകും തോന്നുന്നു? ഇല്ല, ഒരു നടപടിയുണ്ടാവില്ല. എന്താണ് ജനങ്ങൾക്ക് ഉപദ്രവമായി. ജനങ്ങൾക്ക് ഉത്തരവുണ്ട്, അത്ര ഉത്തരവില്ല. എന്നാലും വണ്ടികൾ ഓടുന്നുണ്ട്, വേറെ കുഴപ്പമില്ല. ഇങ്ങനെ ആ കൊച്ചിനൊരു നീതി കിട്ടണമെന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ് ഞങ്ങൾ. നല്ലൊരു നീതി കിട്ടണം. അത് ഇങ്ങനെ ഒരു ഹർത്താലാക്കിയിട്ട് അല്ലെങ്കിൽ സർക്കാർ അറിയാതെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പല രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് ഇതിനൊരു കക്ഷിയായിട്ട് നമ്മൾ കൊണ്ടുപോയി നല്ല രീതിയിൽ നമ്മൾ ഇത് ചെയ്യുക. ഇല്ലേ, ഇതിപ്പോ 4-5 ആൾക്കാർ ഉയർന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ടൊരു കാര്യമില്ല. ഉണ്ടോ? മറ്റേ എല്ലാ സംഘടനകളും നമുക്ക് വിളിച്ചു വരുത്തി ആ കൊച്ചിന് ഒരു നീതി കിട്ടാൻ വേണ്ടി, ആ കൊച്ചിന്റെ അച്ഛനും അമ്മയ്ക്ക്, ആ കൊച്ചിന്റെ അച്ഛനും അമ്മയ്ക്കും കിട്ടാൻ വേണ്ടി, നീതി കിട്ടാൻ വേണ്ടി നല്ലൊരു കാര്യം നമ്മൾ ചെയ്യുന്നതിലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഇല്ലേ, അതാണ് എന്റെ ഒരു അഭിപ്രായം. ഞാനിവിടെ തമ്പാൻ സ്റ്റാൻഡിലാണ് ഓടുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു അന്ന് രാവിലെ ഓട്ടോ ഒക്കെ? കുഴപ്പമില്ല, ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എല്ലാം സഹകരിച്ചൊക്കെ പോകുന്നുണ്ട്. ഒതുക്കാൻ പറഞ്ഞാൽ ഒതുക്കാൻ ഓരോ വിഷയമില്ല. ആ കൊച്ചിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ശരിയെന്നാ.